തിരിഞ്ഞു നിന്ന് കുർബാന ചൊല്ലുന്നതിൽ കാര്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കിയല്ല, അതിൻ്റെ ആ ദൈവശാസ്ത്രം നമുക്ക് ബോധ്യപ്പെട്ടാൽ നമുക്ക് തിരിഞ്ഞു നിൽക്കാൻ എന്താ ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷേ ഇത് ഈ 99% ജനങ്ങളും വൈദികരും വിശ്വാസികളും ആഗ്രഹിക്കാത്ത ഒരു കുർബാന. അവർക്ക് ബോധ്യമായിട്ടില്ല. ബോധ്യം വരുന്ന കാലം വരെ എന്തുകൊണ്ട് കാത്തിരുന്നുകൂടാ? ഇത് ഈ സഭാ ചരിത്രത്തിൽ എങ്ങനെയാണ് ഈ വിഷയം, എന്താണ് വിഷയം, എങ്ങനെയാണ് വിഷയം കൈകാര്യം ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ബിഷപ്പ് ആലഞ്ചേരി രാജിവെക്കേണ്ടി വന്നത്, രാജിവെക്കാൻ നിർബന്ധിതനാവുകയാണ്. അപ്പോൾ അതിനൊരു വലിയൊരു ചരിത്രമുണ്ട്. അപ്പോൾ ഈ ചരിത്രത്തിൻ്റെ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഈ കുർബാന വിഷയം വരുന്നത്, ഈ കുർബാന വിഷയം എടുത്തിടുന്നത്. അപ്പോൾ ആ വിഷയം മുങ്ങിപ്പോയി. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇങ്ങനെ സംശയിക്കുന്നത്, ഒരാൾ ഇതിനെപ്പറ്റി സംശയിച്ചാൽ നമുക്ക് കുറ്റം പറയാൻ പറ്റും. ഇത്രയും കഴിഞ്ഞിട്ട് ഒന്ന് ആലോചിച്ച് നോക്കുന്നത് അവരുടെ വേർപ്പ്. ഇപ്പം ഞാനിന്ന് ഇപ്പോൾ എനിക്ക് സമ്പന്നമില്ലാത്തൊരു കാലത്തേക്ക് ഞാൻ പ്രവേശിച്ചു. അല്ലെങ്കിൽ ഞാൻ പെട്രോൾ അടിക്കുന്നത്, ഞാൻ വസ്ത്രം വാങ്ങുന്നത്, ഞാൻ യാത്ര ചെയ്യുന്നത്, ഇത് മുഴുവനും എൻ്റെ ജനത്തിൻ്റെ പൈസയാണ്. പക്ഷെ ആ ജനത്തിന് അതിലെന്താ അധികാരമുള്ളത്? ഞാനതിൽ വ്യക്തമായിട്ട് ചോദിച്ചിട്ടുണ്ട്. ആരുടെ പണം കൊണ്ടാണോ നമ്മൾ ജീവിക്കുന്നത്, നമ്മുടെ സുരക്ഷിതമായി സുഭിക്ഷമായിട്ട് ജീവിക്കുന്നത്, ആ മനുഷ്യർക്ക് ആ വ്യവസ്ഥിതിയിൽ ഒരധികാരവും ഒരവകാശവും ഇല്ല. ഈ അധികാരം ഞങ്ങൾക്ക് കിട്ടാത്തത് കൊണ്ടാണ്, ഞങ്ങൾക്ക് ഇല്ലാത്തതാണ് ഈ സഭയുടെ തകർച്ചയ്ക്ക്, മെത്രാന്മാരുടെ ഒരു ധാർഷ്ട്യത്തിന്, അവരുടെ അഹങ്കാരത്തിന്, മെത്രാന്മാരെ എന്ത് നെറികേട് കാണിക്കാനും മടിയില്ലാത്തവരായിട്ട് മാറുന്നത് ഇത് ഈ വ്യവസ്ഥിതി ഏകാധിപത്യപരമാണ് എന്ന് ഇപ്പോൾ ജനം തിരിച്ചറിയുന്നു. ഒരുപക്ഷെ എറണാകുളത്ത് നടക്കുന്ന ഈ സമരങ്ങൾ ലത്തീൻ രൂപതയിലേക്കും മലങ്കര രൂപതയിലേക്കും ഇതര രൂപതയിലെ ജനങ്ങൾ അവർ സസൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ടായിരിക്കും. സഭയ്ക്കകത്തും പുറത്തുമായി നടക്കുന്ന നിരവധി ജനകീയ സമരവേദികളിലൂടെ കേരളത്തിന് പരിചിതനായ ഒരു വ്യക്തിയാണ് ഫാദർ അഗസ്റ്റിൻ വട്ടോളി. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു രാജിക്കത്ത് നൽകുകയുണ്ടായി. എറണാകുളത്തെ കടമക്കുടി പള്ളി വികാരി സ്ഥാനത്തു നിന്നും അദ്ദേഹം രാജിവെക്കുന്നതായിട്ടുള്ള ഒരു കത്ത്. അതൊരു ഓപ്പൺ ലെറ്റർ ആയിരുന്നു. അത് പല ഗ്രൂപ്പുകളിലൂടെ ഇങ്ങനെ പ്രചരിക്കുകയുണ്ടായി. ആ കത്തിൻ്റെ പ്രധാന ഉള്ളടക്കം, അതായത് രാജിവെക്കുന്നതിനുള്ള കാരണമായി അദ്ദേഹം പറയുന്നത് കുർബാന ഏകീകരണത്തോടുള്ള അദ്ദേഹത്തിൻ്റെ എതിർപ്പാണ്. എന്നാൽ ആ കത്തിൻ്റെ ഉള്ളടക്കത്തിലേക്ക് കൂടുതലായി ഇറങ്ങി വരികയാണെങ്കിൽ സഭാ നേതൃത്വത്തിനെതിരായിട്ടുള്ള ശക്തമായ രാഷ്ട്രീയ വിമർശനങ്ങൾ ആ കത്തിൽ നമുക്ക് കാണാൻ കഴിയും. 27 വർഷമായി വൈദികനായി തുടരുന്ന ഫാദർ അഗസ്റ്റിൻ വട്ടോളി എന്തുകൊണ്ടാണ് രാജിവെച്ചിരിക്കുന്നത്? അത് സഭാ നേതൃത്വത്തിനെതിരായിട്ടുള്ള എന്ത് വിമർശനങ്ങളാണ് അദ്ദേഹം ഈ രാജിയിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്? കേവലം ഈ കുർബാന ഏകീകരണവുമായി ബന്ധപ്പെട്ട പ്രശ്നം മാത്രമാണോ രാജിക്ക് പിന്നിലുള്ളത്? രാജിക്ക് ശേഷമുള്ള ആദ്യ അഭിമുഖത്തിൽ കേരളീയത്തോട് ഫാദർ അഗസ്റ്റിൻ സംസാരിക്കുകയാണ്. നമസ്കാരം. ഞാൻ വട്ടോളിച്ചനെ ആദ്യം കാണുന്നത് ഒരു സമരപ്പന്തൽ വെച്ചിട്ടാണ് 2007. അത് എറണാകുളത്തെ വടുതലക്കാരുടെ സമരമായിരുന്നു. മൂലമ്പള്ളിക്ക് മുന്നേ ഈ വല്ലാർപ്പാടത്തേക്കുള്ള റെയിൽ റോഡ് കണക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് കുടിയൊഴിപ്പിക്കപ്പെടുന്ന വടുതല നിവാസികളുടെ സമരം. അവരായിരുന്നു ആദ്യം സമരം തുടങ്ങിയിരുന്നത്. വടുതല, ചേരാനെല്ലൂർ ഭാഗത്തുള്ള ആളുകളായിരുന്നല്ലോ ആദ്യം സമരം തുടങ്ങിയത്. അപ്പോൾ അന്ന് മേനകയുടെ മുന്നിലുള്ള വടുതലക്കാരുടെ കുടിയൊഴിപ്പിക്കലിനെതിരായിട്ടുള്ള സമരത്തിൻ്റെ പന്തലിൽ കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ വട്ടോളിച്ചനെ ആദ്യം കാണുന്നതും സംസാരിക്കുന്നതും. അന്ന് താങ്കൾ വാത്തുരുത്തിയിൽ തമിഴ് മൈഗ്രൻസിൻ്റെ കോളനിയിൽ താമസിച്ച് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. ഒരു പള്ളി വികാരി ആയിരുന്നില്ല, സഭയിലുണ്ടെങ്കിൽ തന്നെ. അപ്പോൾ ആ രീതിയിൽ ഒരു സോഷ്യൽ വർക്കിൻ്റെ ഒരു സ്പേസിലാണ് വട്ടോളിച്ചനെ ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളത്. അത് വാത്തുരുത്തിയിലാണെങ്കിലും പിന്നീട് നടന്നിട്ടുള്ള ജനകീയ സമരങ്ങളുടെ സ്ഥലങ്ങളിലാണെങ്കിലും. പിന്നീട് മൂലമ്പള്ളി 2008 ആയപ്പോഴേക്കും മൂലമ്പള്ളിയിൽ അതിക്രൂരമായിട്ടുള്ള എവിക്ഷൻ, കുടിയൊഴിപ്പിക്കൽ സംഭവിക്കുന്നു. അവിടെ ഏറെക്കാലം മൂലമ്പള്ളി സമരത്തിൻ്റെ മുന്നണിയിൽ തന്നെ വട്ടോളിച്ചൻ ഉണ്ടായിരുന്നു. നമ്മൾ പല സമയത്തും അവിടെ വെച്ച് കാണുന്നുണ്ട്. പിന്നീട് എത്രയോ സമരങ്ങൾ, നീതിക്ക് വേണ്ടിയുള്ള സമരങ്ങളുടെ ഒരു മുഖത്താണ് എപ്പോഴും വട്ടോളിച്ചനെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഈ രാജിക്കത്തിൽ വട്ടോളിച്ചൻ വികാരിയെ സ്ഥാനത്തു നിന്ന് ഒഴിയുന്നതായിട്ട് നൽകിയ ഈ രാജിക്കത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രധാന കാരണം ഈ കുർബാന, ഏകീകൃത കുർബാനയ്ക്കെതിരെ ഉള്ള അതിനോടുള്ള വിയോജിപ്പാണെങ്കിൽ തന്നെയും ആ കത്തിൻ്റെ ഉള്ളടക്കത്തിലൊക്കെ ഇത്തരത്തിലുള്ള സഭാ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള പലതരത്തിലുള്ള അനീതികളോടുള്ള ഒരു എതിർപ്പ് കൂടിയുണ്ട്. ശരിക്കും കുർബാന, ഏകീകൃത കുർബാനയ്ക്കെതിരെയുള്ള വിയോജിപ്പ് മാത്രമാണോ കാരണം? മറ്റനേകം കാരണങ്ങൾ ശരിക്കും വട്ടോളിച്ചൻ ഇപ്പോൾ ഈ രാജിവെച്ച് ഒഴിയുന്നതിൻ്റെ പിന്നിലില്ലേ? അതൊന്ന് വിശദമാക്കാവോ? തീർച്ചയായിട്ടും ശരത്ത്, ഒരുപക്ഷെ ശരത്ത് നമ്മൾ ജനകീയ സമരങ്ങളുടെ പക്ഷത്ത് നിന്ന് ഇവിടുത്തെ രാഷ്ട്രീയത്തെ, ഇവിടുത്തെ മതത്തെ, ഇവിടുത്തെ സമൂഹത്തെ നിർവചിക്കുന്ന മനുഷ്യരാണ്. ഒരുപക്ഷെ എന്നെ ആദ്യമായിട്ട് സമരരംഗത്തേക്ക് വരുന്നത് ഈ മൂലമ്പള്ളി വിഷയത്തോട് ബന്ധപ്പെടുത്തിയിട്ടാണ്.
അതിനു മുമ്പ് ഒരു ലിബ്ര ഹോട്ടലിൽ കുറച്ച് പേരെ താമസിപ്പിക്കുന്ന ഒരു കുടിയൊഴിപ്പിക്കൽ വിഷയം ഉണ്ടായിരുന്നു. പക്ഷെ അതൊരു വലിയ സമരമായില്ല. പക്ഷേ ഒരു സമരം എന്ന് പറഞ്ഞിട്ട് ഞാൻ വരുന്നത് മൂലമ്പള്ളി സമരത്തോട് ബന്ധപ്പെടുത്തിയിട്ട് ആ ഒരേ കാരണങ്ങൾ തന്നെയാണ്. കാരണം ഇത് വല്ലാർപാടം കണ്ണന ടെർമിനസിലേക്ക് പോകുന്ന റോഡ് റെയിൽ കണക്ടിവിറ്റിക്ക് വേണ്ടി കുടിയൊഴിപ്പിക്കപ്പെടുന്ന മനുഷ്യരാണ്. അതെനിക്കൊരു വലിയ എൻ്റെ കണ്ണ് തുറപ്പിച്ചതാണ് ആ വിഷയം സമരം എന്ന രീതിയിൽ മാത്രമല്ല, എൻ്റെ കാഴ്ചയെ മാറ്റിമറിച്ചതാണ്, അട്ടിമറിച്ചതാണത്. അങ്ങനെ വികസനത്തെ പറ്റി ഞാൻ മനോരമ പത്രം വായിച്ചും ഒക്കെയുള്ള എൻ്റെ ഒരു ധാരണയാണ്, വികസനം വരുമ്പോൾ, റോഡ് വരുമ്പോൾ ഈ മനുഷ്യരിങ്ങനെ തടസ്സം നിൽക്കുന്നത് എന്താണ്, അവരെ അങ്ങോട്ട് പോലീസുകാരെ ഉപയോഗിച്ചിട്ട് മാറ്റണം, എന്തിനാണ് വികസനത്തിനെതിരെ നിൽക്കുന്നത് എന്നുള്ളൊരു മനസ്സായിരുന്നു. ഏറ്റവും പാർശ്വവൽകൃതരായ മനുഷ്യരെ പറ്റി ചിന്തിക്കുകയും, പ്രത്യേകിച്ച് പൂനമല്ലി സെമിനാരിയിലൊക്കെ ലിബറേഷൻ തിയോളജി വളരെ ശക്തമായിട്ട് കാലഘട്ടത്തിൽ ഞാൻ പഠിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഫോർ ദ പൂർ ഈസ് നോട്ട് ഓപ്ഷണൽ. ദരിദ്രരോട് പക്ഷം പിടിക്കേണ്ടത് നിന്റെ ഇഷ്ടമുള്ളപ്പോൾ സമയത്ത് ചെയ്യേണ്ടതല്ല, നിന്റെ ഒബ്ലിഗേഷനാണ്, നിന്റെ കടമയാണ്, നിന്റെ ബാധ്യതയാണ്, ഉത്തരവാദിത്തമാണെന്ന് പറയുന്ന ആ വിഷയം, ആ ഒരു ദർശനം, കാഴ്ചപ്പാട് രൂപീകരമായ മുറയുടെ ജീവിതത്തെ കാണുന്ന സമയത്ത് പോലും എനിക്ക് വികസനത്തെപ്പറ്റി എൻ്റെ കാഴ്ചപ്പാട് വളരെ പിന്തിരിപ്പനായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എന്നെ മോചിപ്പിച്ച് ഇവിടുത്തെ ദരിദ്രരുടെ, കുടിയൊഴിപ്പിക്കപ്പെടുന്ന മനുഷ്യരുടെ വികസനം അത് ഇവിടുത്തെ സമ്പന്നരുടെയും അതിസമ്പന്നരുടെയും വികസനമാണ് നടക്കുന്നതെന്നും ദരിദ്രർ വീണ്ടും വീണ്ടും ദരിദ്രരാക്കപ്പെടുകയും പാർശ്വവൽകൃതർ വീണ്ടും പാർശ്വങ്ങളിലേക്ക് വലിച്ചെറിയപ്പെടുകയും ചെയ്യുന്ന ആ പ്രതിഭാസത്തെ പറ്റി കാഴ്ച നൽകിയതാണ്. അപ്പോൾ ഇതാണ് എനിക്ക് പെട്ടെന്ന് ജനകീയ സമരം എന്നെ പഠിപ്പിച്ചത്. സ്വാഭാവികമായിട്ടും നമ്മൾ എന്തിനേയും, അപ്പോൾ എൻ്റെ ആത്മീയതയെ ശരിക്കും പുനർനിർമ്മിച്ചു, എൻ്റെ ആത്മീയതയ്ക്ക് പുതിയൊരു കാഴ്ചപ്പാട് നൽകി. ആത്മീയത എന്താണെന്നുള്ളത്, ഉദാഹരണത്തിന് ഞാൻ ആത്മീയതയെ പറ്റിയിട്ട് ഏറ്റവും ഗംഭീരമായൊരു നിർവചനം കേട്ടത് അത് മഹാശ്വേത ദേവി എന്നാണ്. കാരണം 10 വർഷം 2010 ഇറോം ഷർമിലയുടെ സമരം ത്തിൻ്റെ 10ാമത്തെ വാർഷികം നടക്കുന്ന സമയത്ത് ജോഷി ജോസഫ്, മഹാശ്വേത ദേവി, അവരോടൊപ്പം തന്നെ സുവേന്ദു ചാറ്റർജി, നന്ദിത ദാസ് എന്നൊക്കെ നന്ദിത ബാനർജി തുടങ്ങിയുള്ള കൽക്കട്ടയിൽ നിന്നുള്ള ആളുകളും ഞാനും കേരളത്തിൽ നിന്ന് അവിടെ പോയിരുന്നു. അപ്പോൾ ആ സമരത്തിൻ്റെ ഒരു 10ാമത്തെ വാർഷികത്തിൻ്റെ ഒരു പരിപാടിക്ക് ഇടയ്ക്ക് വെച്ചിട്ടാണ് ഗംഭീരമായൊരു പ്രസംഗം. അതിലാണ് ഇതൊരു ആത്മീയ സമരമാണ്, അതിനേക്കാളും വലിയ പൊളിറ്റിക്കൽ സമരമാണെന്ന് പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞ വാചകമാണ്, ദിസ് ഈസ് ഹൈലി പൊളിറ്റിക്കൽ ആൻഡ് ഡീപ്ലി സ്പിരിച്വൽ. ശരിക്കും എന്നെ എന്നെ അത്ഭുത സ്തബ്ധമാക്കിയതാണ്. കാരണം നിങ്ങൾ ആത്മീയമായെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ യഥാർത്ഥ രാഷ്ട്രീയം നിങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കണം. നിങ്ങൾ യഥാർത്ഥ രാഷ്ട്രീയം പറയുന്നു എന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ ആത്മീയം. ഇത് രണ്ടും ഭയങ്കര ഒരു നാണയത്തിൻ്റെ 2 വശം പോലെയുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിൽ ജനകീയ സമരങ്ങളിൽ നിന്ന് കിട്ടിയ കാഴ്ച, അതിൻ്റെ കാഴ്ചപ്പാട്, ദർശനം, നീതിബോധം, ഇതെല്ലാം നമുക്ക് ഈ പാർശ്വവൽകൃത ജനങ്ങളോട് ഇവരെങ്ങനെയാണ് പാർശ്വവൽകൃത ജനമായി തീർന്നത്, അപ്പോൾ അതിന് കാരണമായി തീരുന്ന ഇവിടുത്തെ മുഴുവൻ വ്യവസ്ഥിതി, രാഷ്ട്രീയ വ്യവസ്ഥിതി, ഇവിടുത്തെ നിയമപാലന സംവിധാനം, ഇവിടുത്തെ മതങ്ങൾ, അവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ചെയ്യാതിരിക്കുന്നതാണ് ചെയ്യുന്നതിനേക്കാളും ഭീകരമായിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ കാഴ്ച നമ്മുടെ ഉള്ളിൽ, ഈ ജനകീയ സമരങ്ങളാണ് നമ്മുടെ ഉള്ളിൽ തരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കന്യാസ്ത്രീ സമരം തന്നെ, കന്യാസ്ത്രീ ഒരു മതത്തിൻ്റെ സമരമല്ല, അത് ഇവിടുത്തെ ഇന്ത്യയിലെ ഒരു പൗരയായിട്ടുള്ള ഒരു സ്ത്രീ നടത്തിയ പോരാട്ടമാണ്. അതൊരു മതപരമായ ഒരു സമരമല്ല, അത് നീതിക്ക് വേണ്ടി നടത്തിയ ഒരു പോരാട്ടമാണ്. അതേ വിഷയം തന്നെയാണ് ഇപ്പോൾ കുർബാന വിഷയത്തിലും ഞാൻ കാണുന്നത്. കാരണം ഇതിലെ ഒരു വലിയൊരു അടിച്ചേൽപ്പിക്കൽ ഇതിലുണ്ട്. കാരണം ഒരു ജനത ഒരു 60 വർഷക്കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രാർത്ഥന, കുർബാന എന്ന് പറഞ്ഞൊരു പ്രാർത്ഥനയാണത്. അത് മാറ്റി നിങ്ങൾ മറ്റൊരു പ്രാർത്ഥനയാക്കണം എന്ന് പറയണം, നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾ അതിനെപ്പറ്റിയുള്ള വിശദാംശങ്ങൾ പറയുന്നു, അതിൻ്റെ ദൈവശാസ്ത്രം പറയുന്നു, അതിൻ്റെ പിന്നിലുള്ള പുതിയ കാഴ്ചപ്പാട് പറയുന്നു. അങ്ങനെ ആ ജനത്തെ മാറ്റി അവരെ മാറാൻ സമയം കൊടുത്ത് അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നമ്മൾ വളരെ ജനാധിപത്യപരമായിട്ട് ഇത് ചെയ്യാം. പക്ഷെ അങ്ങനെയല്ല ചെയ്യുന്നത്, അടിച്ചേൽപ്പിക്കണം. തോക്കിൻ മുന്നിൽ നിർത്തി എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ പോലീസുകാരൊക്കെ വെച്ചിട്ടാണ് ഒരു മെത്രാൻ കുർബാന നടത്തുന്നത്. യേശുവിൻ്റെ ബലിയാണ് എന്ന് വെച്ചാൽ കുരിശുമരണത്തിൻ്റെ അവതരണമാണ് നടക്കുന്നത്. അന്ത്യത്താഴത്ത് അതുകൊണ്ട് കുരിശുമരണം നടക്കുന്നു. ആരാണ് കുരിശുമരണം നടത്തുന്നത്? അവിടുത്തെ പടയാളികളാണ്, പട്ടാളക്കാരാണ്. എൻ്റെ ആ ജനം മുഴുവനും
ക്രൂശിക്കവനെ ക്രൂശിലേറ്റുന്ന അതിഭീകരമായ പീഡന താടനങ്ങൾ ഏറ്റുവാങ്ങുന്നു, അതിഭീകരമായ മർദ്ദനങ്ങളും എല്ലാം ഏറ്റുവാങ്ങിയിട്ട് മരിക്കുകയാണ്. അപ്പൊ ആ ബലിയുടെ അവതരണത്തിൽ പോലീസുകാരുടെ അകമ്പടിയോട് കൂടിയാണ് നടത്തുന്നത്. അത്രയും ഒരു അപഹാസ്യമായൊരു പണിയാണ് ഈ മെത്രാൻ സമൂഹം ചെയ്തത്. അതിന്റെ ഫലം എന്താണ്? അത് എന്തിനു വേണ്ടി? അപ്പൊ ഈ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇത് ഈ കുർബാന നടപ്പിലാക്കിയ രീതി ഒരു കാരണവശാലും എനിക്ക് അംഗീകരിക്കുകയാണ്. അപ്പൊ അതിന്റെ കാരണം ശരത്ത് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഈ ജനകീയ സമരങ്ങളും ഒക്കെ നൽകുന്ന ഒരു നീതിബോധമുണ്ട്. ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളും മുഖ്യധാര മതങ്ങളും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും അവരെല്ലാം അവഗണിക്കുന്ന വിഷയങ്ങളാണ് ഈ ജനകീയ വിഷയങ്ങൾ, ജനകീയ സമരങ്ങൾ. ആർക്കും വേണ്ടാത്ത വിഷയങ്ങൾ, ആർക്കും വേണ്ടാത്ത മനുഷ്യർ, അവരുടെ ദൈന്യതയാണല്ലോ ഈ ജനകീയ സമരങ്ങളോട് വരുന്നത്. അപ്പം അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആ നീതിബോധം നമ്മുടെ ഉള്ളിൽ ആഴത്തിൽ വേര് പിടിച്ചിട്ടുണ്ട്, വേര് ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് വരും. അപ്പോൾ കുർബാന വിഷയത്തിൽ അത് അടിച്ചേൽപ്പിച്ച രീതി, അതിനോട് ബന്ധപ്പെട്ട് സഭയിൽ നിലനിൽക്കുന്ന വ്യവസ്ഥിതിയുടെ പ്രശ്നങ്ങൾ ഈ ശരിക്കും ഈ സിനഡിന് അധികാരമില്ലേ ഈ ആരാധനാ രീതികൾ പുനഃക്രമീകരിക്കുന്നതിൽ? അത്തരത്തിലൊരു അധികാരത്തെയാണല്ലോ നിങ്ങൾ എറണാകുളം അങ്കമാലി രൂപത ചോദ്യം ചെയ്തത്. ശരിക്കും ഈ നിയമപ്രകാരം അധികാരം സിനഡിന് തന്നെ 100% സിനഡ്. ഇത് മാർപ്പാപ്പനൊന്നും നമ്മൾ പഴിച്ചാറേണ്ട കാര്യമില്ല. സിനഡിനെ അംഗീകരിക്കുക, സിനഡിന് തീരുമാനിക്കാവുന്ന കാര്യമുള്ളൂ. അപ്പൊ ഞങ്ങൾ ഈ അവകാശപ്പെടുന്നത് ഈ ലിറ്റാർജിക്കൽ വേരിയന്റ് എന്ന് പറഞ്ഞു, അതായത് 34 രൂപതകളിൽ 33 രൂപതയെ നടത്തി കഴിഞ്ഞത്. പക്ഷെ എറണാകുളത്ത് നടപ്പാക്കുന്നില്ല, അതൊക്കെ സമ്മതിക്കുന്നില്ല. കാരണം അത്രയും വലിയ റെസിസ്റ്റൻസ് ആണ്. ഇത് ഇന്ന് തുടങ്ങിയതല്ല. ഇപ്പൊ എൻ്റെ പട്ടം നടത്തിയ സമയത്ത് ഒരു ജോർജ് കുഴിപ്പറമ്പിൽ എന്ന് പറഞ്ഞൊരു അച്ഛനുണ്ട്. ജോർജ് കുഴിപ്പറമ്പിൽ, അദ്ദേഹം തൈക്കാട്ടുശ്ശേരി ഇടവക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ കിട്ടിയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയ പണം, അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള പണം, അദ്ദേഹത്തിൻ്റെ സമയം, ആരോഗ്യം, ഇതെല്ലാം ഈ ജനാഭിമുഖ കുർബാന പുനഃസ്ഥാപിക്കപ്പെടുന്നതിന് വേണ്ടി നടത്തിയ പോരാട്ടങ്ങളുടെ ഫലമായി അദ്ദേഹം ചെലവഴിച്ചിട്ടുണ്ട്. എത്രയോ പണം അദ്ദേഹം ചെലവഴിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മ ഉൾപ്പെടെയുള്ള ആൾക്കാരെ POCയിലേക്ക് ഒരു സമരത്തിന് അമ്മച്ചി ഒക്കെ സമരത്തിന് പോയിട്ടുണ്ട്. ഈ അച്ഛനെ ഭയങ്കര വിശ്വാസമാണ്, അച്ഛന് ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര നല്ല മനുഷ്യനാണ്. പറയുന്നത് സിനഡിന് അധികാരം ഉണ്ടെങ്കിൽ തന്നെയും ഞാൻ പറഞ്ഞു വരുന്നത് അധികാരമുണ്ട്, സംശയമില്ല. അത് പരിഹരിക്കാവുന്ന വിഷയമാണത്. പക്ഷേ അത് നടപ്പിലാക്കുന്ന രീതി, ഇപ്പോൾ റോമിലൊരു സിനഡ് നടന്നിരുന്നു. സിനഡ് ഓൺ സിനഡാലിറ്റി എന്ന് പറഞ്ഞത്. അതായത് സിനഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പങ്കാളിത്ത സംവിധാനമായിട്ട് മാറ്റണം, മറ്റുള്ളവരെ കേൾക്കണം. ഒരു സിനഡാലിറ്റി എന്ന് പറഞ്ഞൊരു പങ്കാളിത്തം ഉണ്ടാവണം, കേൾക്കണം എന്ന് പറയണം, അടിച്ചേൽപ്പിക്കരുത്. ഇതിന് ഈ മെത്രന്മാരെല്ലാവരും റോമിൽ പോയിരിക്കുന്നതാ. ഇവരെല്ലാവരും ഈ പങ്കാളി, അതായത് അടിച്ചേൽപ്പിക്കരുത്, മറ്റുള്ളവരെ കേൾക്കണം, ജനങ്ങളെ കേൾക്കണം, വൈദികരെ കേൾക്കണം, കന്യാസികളെ കേൾക്കണം, ഏറ്റവും പാർശ്വവൽകൃതരായ സഭയിലുള്ള മനുഷ്യരെ കേൾക്കണം, ഒരാളുടെ പോലും ശബ്ദം കേൾക്കാതിരിക്കരുത്. അതാണ് സഭയുടെ മുഖമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ മാർപ്പാപ്പയുടെ നേതൃത്വം നടന്ന സിനഡിൽ പങ്കെടുത്തവരാണ് ഈ മുഴുവൻ മെത്രാന്മാർ. എന്നിട്ടാണ് അത് അതിൽ പങ്കെടുത്തുകൊണ്ട് ഇരിക്കുമ്പോൾ തന്നെയാണ് ഇവിടെ ഈ വിഷയം നടക്കുന്നത്, അടിച്ചേൽപ്പിക്കുന്ന വിഷയം നടക്കുന്നത്. പോലീസിനെ ഉപയോഗിച്ച് അടിച്ചേൽപ്പിക്കാൻ, അടിച്ചമർത്താൻ നടത്തുന്ന പരിശ്രമം നടക്കുന്നത് ഈ സിനഡാലിറ്റി നടക്കുമ്പോഴാണ്. എത്ര വൈരുദ്ധ്യമാണ്, എത്ര അപഹാസ്യമാണ് ഈ കാര്യം. അപ്പൊ ആ ഒരു നീതി ഒരു പക്ഷേ ഈ ഏകാധിപത്യത്തെ, അതാണ് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തത്. തിരിഞ്ഞു നിന്ന് കുർബാന ചൊല്ലുന്നതിൽ കാര്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കിയല്ല, അതിൻ്റെ ആ ദൈവശാസ്ത്രം നമുക്ക് ബോധ്യപ്പെട്ടാൽ നമുക്ക് തിരിഞ്ഞു നിൽക്കാൻ എന്താ ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷേ ഇത് ഈ 99% ജനങ്ങളും വൈദികരും വിശ്വാസികളും ആഗ്രഹിക്കാത്ത ഒരു കുർബാന, അവർക്ക് ബോധ്യമായിട്ടില്ല. ബോധ്യം വരുന്ന കാലം വരെ എന്തുകൊണ്ട് കാത്തിരുന്നുകൂടാ? കുർബാന പുസ്തകം തക്സ എന്നാണ് അവർ പറയുന്നത്. അതിൽ മാറ്റം വരുത്തുന്നതിന് ഒരു പ്രക്രിയയുണ്ട്. സിനഡ് അതിൽ മാറ്റം വരുത്താനായിട്ട് തീരുമാനിക്കുന്നു, അതിൻ്റെ വാചകങ്ങളിൽ, വാക്കുകളിൽ മാറ്റം. അപ്പോൾ എന്താ ചെയ്യുന്നത്? അവരൊരു സെൻട്രൽ ലിറ്റർജിക്കൽ സെൻട്രൽ ലിറ്റർജിക്കൽ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്. സിനഡിൻ്റെ നേതൃത്വത്തിലെ കുറച്ച് മെത്രാന്മാരെ CLC എന്ന് പറഞ്ഞിട്ട് സെൻട്രൽ കമ്മിറ്റി ഉണ്ടാക്കി. അപ്പോൾ സിനഡ് ഒരു കാര്യം തീരുമാനിക്കുന്നു, ഈ കമ്മിറ്റിയോട് പറയുന്നു. ഈ കമ്മിറ്റി എന്ത് ചെയ്ത് എല്ലാ രൂപതകളിലും ലിറ്റർജിക്കൽ കമ്മിറ്റികളുണ്ട്. അപ്പോൾ സിനഡ് ഇങ്ങനെ ഒരു മാറ്റം വരുത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ മാറ്റത്തെ പറ്റി നിങ്ങൾ എന്താ അഭിപ്രായം എന്ന് പറഞ്ഞിട്ട് എല്ലാ രൂപതകളിലും ലിറ്റർജിക്കൽ കമ്മിറ്റിയോട് പറയും. ഈ ലിറ്റർജിക്കൽ കമ്മിറ്റി ഇവർ ആഗ്രഹിക്കുന്ന മാറ്റത്തെ പറ്റി ചർച്ച ചെയ്ത് അവരുടെ അഭിപ്രായങ്ങൾ, വിയോജിപ്പുകൾ എല്ലാം കൂടി വീണ്ടും സെൻട്രൽ ലിറ്റററി കമ്മിറ്റിയിലൂടെ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ എടുത്ത ശേഷം എല്ലാത്തിലും, പ്രത്യേകിച്ച് വിശ്വാസികളുടെയും, പ്രത്യേകിച്ച് ഈ കുർബാന വിഷയത്തിലൊക്കെ അത് വൈദികരാണല്ലോ അതിൻ്റെ അഭിപ്രായം പറയുന്നത്. അപ്പൊ അവര് ആ വൈദികർ, കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന വൈദികർ, എല്ലാ രൂപതകളിലും വൈദികർ
അഭിപ്രായം കേട്ടതിന് ശേഷം വീണ്ടും സെൻട്രൽ ലിറ്ററേച്ചർ കമ്മിറ്റിക്ക് ഇത് വരുന്നു. ഇത് നടന്നിട്ടില്ല. അത് കഴിഞ്ഞിട്ട് വീണ്ടും സിനഡ് ചർച്ച ചെയ്യും. അപ്പോൾ വളരെ വളരെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു ഫങ്ഷനിങ് ഇവിടെ നടപ്പുണ്ട്. നമ്മുടെ ചോദ്യം, ഈ കാര്യം എന്തുകൊണ്ട് ഈ കുർബാന തിരിയുന്ന കാര്യത്തിൽ, അൾത്താരാഭിമുഖ ജനാഭിമുഖ കുർബാന നടപ്പിലാക്കണം എന്നുള്ള കാര്യത്തിൽ ഇതേ ഒരു പ്രോസസ്, ഒരു പ്രൊസീജിയർ, ഒരു പ്രക്രിയ ഇവിടെ ആയിക്കൂടാ? കുർബാന തക്സയിൽ മാറ്റം വരുത്താൻ നിങ്ങൾക്കൊരു ജനാധിപത്യ പ്രക്രിയ അവിടെ നിർമ്മിച്ചിട്ടുണ്ട്, നിങ്ങൾ അവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ കാര്യം തന്നെ എന്തുകൊണ്ടാണ് ഈ കുർബാന വിഷയത്തിൽ, കുർബാന കിഴക്കോട്ട്, അതായത് അൾത്താരാഭിമുഖം നടത്തണം അല്ലെങ്കിൽ ജനാഭിമുഖ കുർബാന വേണം എന്ന് പറയുന്ന ഈ പ്രോസസ്സ് മുമ്പ് ഈ സീറോ മലബാർ സഭയിൽ നടന്നിട്ടുള്ളതാണോ? അല്ല, ഈ കുർബാന വിഷയത്തിൽ കുർബാന അൾത്താരാഭിമുഖ കുർബാന വേണോ ജനാഭിമുഖ കുർബാന വേണോ എന്നുള്ള കാര്യത്തിൽ ഒരിക്കലും ഇങ്ങനത്തെ ഒരിക്കലും നടന്നില്ല. ബാക്കി എല്ലാ കാര്യത്തിലും ഉണ്ട്. വളരെ ജനാധിപത്യമായ പ്രക്രിയ അവിടെയുണ്ട്. ഈ കാര്യത്തിൽ മാത്രം പ്രക്രിയയില്ല. ഓൺലൈൻ സിനഡ് വിളിച്ച് അവർ പെട്ടെന്ന് തീരുമാനിച്ചു. 60 വർഷമായിട്ട് നടത്തിക്കൊണ്ടിരുന്ന ഒരു പാരമ്പര്യത്തെ ഒരു ഓൺലൈൻ സിനഡ് വിളിച്ച് നിങ്ങൾ അട്ടിമറിക്കാൻ, മാറ്റി തീർക്കാൻ തീരുമാനിക്കാൻ ചർച്ച ഒരുപാട് വർഷങ്ങളായി നടക്കും. കത്തിൽ പറയുന്നുണ്ട് കോവിഡ് കാലത്ത് അതായിരുന്നു അത്ര പ്രധാനമായിരുന്ന ഒരു കാര്യം. അടുത്ത ഏറ്റവും വലിയ വിഷയം ഒന്ന് ആലോചിച്ച് നോക്കണം. ലക്ഷക്കണക്കിന് മനുഷ്യർ മരിച്ചു വീഴുന്നു. കോടിക്കണക്കിന് മനുഷ്യർ, 600-700 കോടി ജനം വീട്ടിലിരിക്കുന്നു, പുറത്തിറങ്ങാൻ പറ്റാതെ. എല്ലാ തരത്തിലും മനുഷ്യർ ഏറ്റവും ദൗർഭാഗ്യം അനുഭവിക്കുന്ന ഒരു കാലഘട്ടം, പ്രതീക്ഷ നഷ്ടപ്പെട്ട കാലം. ഇനി മനുഷ്യവർഗത്തിന് മുന്നോട്ട് പോകാൻ പറ്റുമോ? ഭയാശങ്കകൾ, ഡിപ്രഷൻ. കാരണം വീട് പുറത്തിറങ്ങാൻ പറ്റാത്ത കോളനികളിൽ താമസിക്കുന്ന മനുഷ്യരാണ്. ഇപ്പൊ കുറച്ച് 1000, 1500, 2000 സ്ക്വയർ ഫീറ്റിലെ വീട്ടിൽ താമസിക്കുന്ന മനുഷ്യർ, 450 സ്ക്വയർ ഫീറ്റിൽ 10 സെന്റ് വീട്ടിൽ 10 വീടുകളുള്ള ഒരു കോളനിയിൽ ഒന്ന് ആലോചിച്ച് നോക്കണം. എത്ര ഗതികേടാണ്. ഒരു വീടിന്റെ അകത്ത് ഇപ്പൊ ആദിവാസി ഊരുകൾ, കൊട്ടമരട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ശരത്തുകളൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. ഒരു വീട്ടിൽ 5 കുടുംബങ്ങളൊക്കെയാണ് താമസിക്കുന്നത്. അവരെങ്ങനെ പുറത്തിറങ്ങാതിരിക്കും? അവർ പുറത്തിറങ്ങാൻ പാടില്ലെന്ന് പോലീസ് പറയുമ്പോൾ അവരനുഭവിക്കുന്നത്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിലാണ് ഈ കുർബാന വിഷയം നടപ്പിലാക്കാൻ തീരുമാനിക്കുന്നത്. അപ്പൊ അതിന്റെ ക്രിമിനാലിറ്റി എത്രയോ മാരകമായ വിധത്തിലാണത് അതിന്റെ ഒരു സ്വഭാവം. അച്ഛൻ തന്നെ കത്തിൽ പറയുന്നുണ്ട്, ഈ റോം കത്തുമ്പോൾ നീറോ വീണ വായിച്ചതുപോലെയുള്ള ഒരു നടപടിയായി മാറി എന്നുള്ളൊരു കാര്യം രാജിക്കത്തിൽ സൂചിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പൊ അത്തരത്തിലുള്ള ഒരു ആവശ്യകത എന്തായിരുന്നു ആ സമയത്ത്? അത് അവിടെയാണ് നമുക്ക് എല്ലാവർക്കും ഒരു സംശയം. കാരണം അതിന് തൊട്ട് മുമ്പാണ് ഈ ഭൂമി കുംഭകോണം വിഷയം ഉയർന്നു വരുന്നത്. 2017, 18, 19, 20 കാലഘട്ടങ്ങളിലൊക്കെ അത് വലിയ ചർച്ചാ വിഷയമാണത്. കാരണം ഒരുപക്ഷെ സീറോ മലബാർ സഭയിൽ, കേരള കത്തോലിക്ക സഭയിൽ അത്തരത്തിലുള്ള വലിയൊരു കുംഭകോണം. കാരണം 36 പ്ലോട്ടുകൾ വിറ്റ് കഴിഞ്ഞിട്ട് കിട്ടിയ തുക പരിശോധിച്ച് വരുമ്പോൾ 26 കോടി കിട്ടേണ്ട സ്ഥലത്ത് പരിശോധിച്ച് വരുമ്പോൾ 8-9 കോടിയാണ് വരുന്നത്. പിന്നീട് ഒരു 15, വീണ്ടും ഒരു 4-5 കോടി കൊടുത്ത് അത് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും വലിയൊരു തുക അപഹരിക്കപ്പെട്ടു എന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാവുന്നത്. തെളിവുകൾ KPMG റിപ്പോർട്ടൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. KPMG റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വളരെ ഒരു പ്രത്യേകിച്ച് ഒരു മതത്തിൻ്റെയോ ജാതിയുടെയോ അല്ലെങ്കിൽ സഭയുടെ അധികാരിയുടെ ഭാഗത്തോ അല്ലെങ്കിൽ അവരെ എതിർക്കുന്നവരുടെ ഭാഗത്തോ നിൽക്കുന്ന ഒരു പ്രസ്ഥാനമല്ല. അതൊരു വളരെ സെക്കുലറായിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ഫോറൻസിക് ഓഡിറ്റിംഗ് ആണ് അവർ നടത്തിയത്. തെളിവുണ്ട് അതിൽ. അത് ഗംഭീരമായിട്ടുള്ള. കാരണം ഒരു ഘട്ടത്തിൽ ജോർജ് ആലഞ്ചേരി ബിഷപ്പിനോട് ചോദിക്കുന്നതിന് ഇന്ന ആളറിയോ, ഹാജി വർഗീസ് കുന്നേലിനെ അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ അറിയില്ല എന്ന് പറയുന്നു. പിന്നീട് ഇവർ മൊബൈൽ ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പുറത്തിറങ്ങിയിട്ട് ആദ്യം വിളിക്കുന്നത് സാജു വർഗീസ് കുന്നേലിനോട് തിരിച്ചറിയണം. എന്നിട്ട് അതിൻ്റെ രേഖകളൊക്കെ അവർ വെക്കുന്നുണ്ട്. അപ്പോൾ അത് ഫോറൻസിക് ഓഡിറ്റിംഗ് ആണ് നടത്തുന്നത്. ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ആലഞ്ചേരി പ്രതി ചേർക്കപ്പെടുന്നത്. അപ്പോൾ അല്ലാതെ കോടതി ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു മേജർ ആർച്ച് ബിഷപ്പിനെതിരെ നിങ്ങളൊരു പരാതി ഉന്നയിക്കുമ്പോൾ കോടതി സൂക്ഷ്മമായ പരിശോധന നടക്കുക. അദ്ദേഹത്തിന് പറഞ്ഞ പോലെ ഏത് കേസും അത് അഡ്മിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാഥമികമായ പരിശോധനയിൽ അതിൽ കാര്യങ്ങളുണ്ട് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമാണ് കേസ് അഡ്മിറ്റ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ അഡ്മിറ്റ് ചെയ്യില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ, പ്രധാനമന്ത്രിക്കെതിരെ അതേ ലെവലിൽ നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിനെതിരെ ഒരു തെളിവില്ലാതെ അതിലൊരു കഥയില്ലാതെ വെറും ഒരു കഥ മെനഞ്ഞുകൊണ്ട് കോടതി ചെല്ലാൻ പറ്റുമോ? അങ്ങനെ കോടതി അംഗീകരിക്കുമോ? കോടതി അഡ്മിറ്റ് ചെയ്യണമെങ്കിൽ അതിൽ തെളിവുകളുണ്ട്, അതിൽ കാര്യമുണ്ട് എന്ന് ആവർത്തിച്ച് അവർ പരിശോധിച്ച് നോക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് കേസ് എടുക്കുന്നത്. അപ്പം ഇത്രയും തെളിവുകളുള്ള ഈ കേസ് ഈ വിഷയം സഭാ സമൂഹത്തിൽ അത് കേരള കത്തോലിക്ക സഭയെ പിടിച്ചുലച്ചതാണ്.
കേരള കത്തോലിക്ക സഭ. കാരണം ജോർജ് ആലഞ്ചേരി ബിഷപ്പിനെ പോലുള്ള ഒരാൾ, കാരണം അദ്ദേഹം ലാളിത്യത്തിന്റെ ഒരു മുഖമുദ്രയാണ് അദ്ദേഹം നടപ്പും നമ്മുടെ ജനകീയ സമരങ്ങളൊക്കെ വളരെ സജീവമായിട്ട് പങ്കെടുത്ത ഒരാളാണ്. പെരിയാർ സമരത്തിന്റെ ഉദ്ഘാടന സമയത്ത് ദളിത് നമ്മുടെ നിൽപ്പ് സമരത്തിന്റെ ജാനുവായിട്ട് ഒരുമിച്ച് നിന്ന് അദ്ദേഹം ഒരു പത്രസമ്മേളനമൊക്കെ നടത്തുന്നത്. അതിൽ ഞാൻ ഓർക്കുന്നില്ല, ആ പത്രസമ്മേളനം കഴിഞ്ഞ് അദ്ദേഹം പുറത്തിറങ്ങുമ്പോൾ എൻ്റെ വളരെ അടുത്ത സുഹൃത്തായിട്ടുള്ളത് നമ്മളെ ബ്ലസ്സിയുടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്ത ആളാണ്. അപ്പോൾ അദ്ദേഹം ചെന്ന് അദ്ദേഹത്തിൻ്റെ കൈമുത്തിയിട്ട് പറയുന്നുണ്ട്, പിതാവ് ഞാൻ 10-20 വർഷമായി ഞാൻ പള്ളിയിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോകുന്ന ഒരാളാണ്. പക്ഷെ നിങ്ങൾ പോലെ ആളുകൾ ഇത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ നടത്തിയാൽ ഞങ്ങൾക്ക് തിരിച്ച് പള്ളിയിലേക്ക് കയറേണ്ടി വരും എന്ന് പറയണം. ഭയങ്കര കണ്ണൊക്കെ നിറഞ്ഞിട്ടാണ് അത് പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെ നിലപാടെടുത്ത ഒരാളാണ്. പക്ഷേ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് എറണാകുളത്തെ വൈദികരും ജനങ്ങളും കൂടി ഈ വിഷയം അവതരിപ്പിക്കുന്നത്. അപ്പം വിഷയം അവതരിപ്പിച്ച ജനങ്ങൾ മോശക്കാർ, അവർ സഭാവിരുദ്ധർ, അവർ ക്രിസ്തു വിരുദ്ധർ എന്ന് വീണ്ടും 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 ആവർത്തിച്ച് പറയുമ്പോഴാണ് വീണ്ടും സമരം കൊടുമ്പിരി കൊള്ളുന്നത്. ചാനലിൽ വന്നിരുന്ന് പറയുന്നതിനെ എതിർക്കാൻ വളരെ മോശപ്പെട്ട ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകൾ വന്ന് ഇതൊക്കെ സംസാരിക്കുകയാണ്. അപ്പൊ ആ വിഷയം ഈ വിഷയത്തിൽ മുങ്ങിപ്പോവാണ്. അപ്പൊ ഒരുപക്ഷെ മുക്കാൻ വേണ്ടിയിട്ടായിരിക്കുമോ എന്ന് സംശയിക്കുന്നത്. ടൊളിച്ചൻ പറയുന്നത് ഭൂമി കുംഭകോണവുമായി ബന്ധമുണ്ട് കുർബാന ഏകീകരണത്തിനെന്നാണ്, തിരക്കിട്ടുള്ള കുർബാന ഏകീകരണത്തിനെന്നാണ് പറയുന്നത്. അതെ അതെ. അപ്പോൾ നമ്മൾ സംശയിക്കേണ്ടി വരും. എത്രയോ വർഷമായി ചർച്ചകൾ നടക്കുന്നുണ്ട്. ഈ കുർബാന 70കളിൽ തന്നെ തുടങ്ങി ജനാഭിമുഖം വേണോ അൾത്താരാഭിമുഖം വേണം എന്നുള്ള വിഷയം ചർച്ച നടക്കുന്നുണ്ട്. ആ ചർച്ച ഒരുപാട് മീറ്റിങ്ങുകൾ ഒരുപാട് സ്ഥലങ്ങളിൽ വെച്ച് നടക്കുന്നുണ്ട്. റോമിൽ വെച്ച് സിനഡ് നടക്കുന്ന ഒരു മീറ്റിംഗ്, മെത്രാന്മാരുടെ മീറ്റിംഗ് നടക്കുന്നുണ്ട്. ആ മീറ്റിംഗിൽ വെച്ച് ഏകദേശം അൾത്താരാഭിമുഖ ഈ 50-50 കുർബാനയുടെ പകുതി സമയം ജനാഭിമുഖം, അത് കഴിഞ്ഞിട്ട് അൾത്താരാഭിമുഖം എന്നുള്ള ചർച്ച റോമിൽ നടന്നപ്പോൾ എറണാകുളത്തിന്റെ ബിഷപ്പായിരുന്ന ആന്റണി പടിയറ അവിടെ എഴുന്നേറ്റ് നിന്ന് പറയാണ്, എൻ്റെ രൂപതയിൽ ഇത് സമ്മതിക്കാൻ പറ്റില്ല, നിങ്ങൾ നടപ്പാക്കിക്കോളൂ, പക്ഷെ എനിക്ക് എൻ്റെ വൈദികരെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് അവര് ഇതിനു വേണ്ടി മാത്രം ഈ ചർച്ച ചെയ്യാൻ വേണ്ടി റോമിലേക്ക് എല്ലാവരും പോയി കഴിഞ്ഞിട്ട് അവര് ആ തീരുമാനമാകാതെ പിരിയാണ്. കാരണം അന്നും ഈ പ്രതിസന്ധി ഉള്ളത്. അപ്പം ഇങ്ങനത്തെ ഒരു വിഷയം ഇത്ര പെട്ടെന്ന് തിരക്ക് പിടിച്ച് കോവിഡിൻ്റെ ശേഷം ഓൺലൈൻ സിനഡിൽ അല്ലാതെയൊക്കെ നടത്താൻ പറ്റുന്നു. അപ്പം അതൊക്കെ നമ്മൾ സംശയം ഉണ്ടാക്കുന്നത് നമുക്ക് അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. പക്ഷെ അങ്ങനെ ഒരു വിഷയമായിട്ട് തന്നെയും ഈ വിശ്വാസി സമൂഹം, പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി രൂപതയിലെ വിശ്വാസി സമൂഹം ഒരുമിച്ച് നിങ്ങൾക്കൊപ്പം നിന്നു എന്നുള്ളത് ഭയങ്കര അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ്. അത് ഒറ്റവെച്ച് എന്തായിരിക്കും അതിൻ്റെ ഒരു കാരണമായിട്ട് തോന്നുന്നത്? പ്രത്യേകിച്ച് ആലഞ്ചേരി പിതാവിനെതിരായിട്ടുള്ള വലിയൊരു എതിർപ്പ് ഈ ഭൂമി കേസുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ ഒരു സമയം കൂടിയായിരുന്നല്ലോ അത്. പക്ഷെ എന്നിട്ടും വിശ്വാസി സമൂഹം, എറണാകുളം അങ്കമാലി വിശ്വാസി സമൂഹം സിനഡിന്റെ ഈ തീരുമാനത്തിനെതിരെ നിങ്ങൾ കുറച്ച് വൈദികർക്കൊപ്പം നിന്നു എന്നുള്ളത് ഒരു അത്ഭുതപ്പെടുത്തുന്ന കാര്യമായിരുന്നില്ലേ? പുറത്തു നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. കാരണം ഈ എറണാകുളത്ത് 470 വൈദികർ, ഏകദേശം 470 വൈദികരാണുള്ളത്. അപ്പോൾ ഈ 470 വൈദികരെയും എന്താണ് ഭൂമി കുംഭകോണത്തിൽ നടന്നത് എന്ന് തെളിവുകളോടും രേഖകളോടും കൂടി ഈ വിഷയം പുറത്തു വരുന്നതിന് മുമ്പ് വിവിധ സമ്മേളനങ്ങളിൽ, മീറ്റിങ്ങുകളിൽ വിശദമായി ഇത് ചർച്ച ചെയ്തു. അപ്പോൾ ആ മീറ്റിങ്ങിൽ ഈ അദ്ദേഹത്തിന് ജോർജ് ആലഞ്ചേരി ബിഷപ്പിനോട് വളരെ താല്പര്യമുള്ള ആളുകൾ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. രൂപതയോട് താല്പര്യമുള്ള ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ട്. ആർക്കും ചോദ്യങ്ങൾ, എല്ലാവരുടെ കയ്യിലും വ്യക്തമായി ഈ മുഴുവൻ തെളിവുകളും രേഖകളും പ്രിന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അച്ചടിച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാവരുടെ കയ്യിൽ രേഖകളും കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ചോദ്യങ്ങൾ ചോദിക്കാൻ അവകാശം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മീറ്റിങ്ങുകൾ കഴിഞ്ഞപ്പോൾ എറണാകുളത്തെ മുഴുവൻ വൈദികർക്കും ഈ ഭൂമി കുംഭകോണത്തെ പറ്റിയുള്ള മുഴുവൻ വിശദാംശങ്ങൾ അവരുടെ കയ്യിൽ കിട്ടി. പക്ഷെ ആ മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തു പോകുമ്പോൾ ഒരു കാര്യം പറയും, ഒരു കാരണവശാലും ഇത് ജനങ്ങൾക്കിടയിലേക്ക് പോകരുത്, പുറത്ത് ചർച്ച ചെയ്യരുത് എന്ന് കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടാണ് അത് വിട്ടത്. ഒരു കാരണവശാലും ഒരു അച്ഛനും പുറത്ത് പറഞ്ഞില്ല. 470 പേരുടെ കയ്യിലും വിവരങ്ങൾ, മുഴുവൻ വിവരങ്ങൾ, 36 പ്ലോട്ടുകളുടെ വിവരങ്ങൾ കൊടുത്തു. അപ്പോൾ ആ മീറ്റിംഗ് അത് കഴിഞ്ഞിട്ട് ഇത് പുറത്തു വരേണ്ട ഒരു സാഹചര്യം ഇതിൻ്റെ എതിരാളികൾ, ഒരു പക്ഷേ ആലഞ്ചേരി ബിഷപ്പിൻ്റെ അനുകൂലികൾ എന്ന് പറയുന്ന ആളുകൾ ചെയ്ത ഒരു വികൃതി എന്ന് തന്നെ പറയണം. അതുകൊണ്ടാണ് ഇത് പുറത്തു വന്നത്. പക്ഷേ പുറത്തു വന്നതിന് ശേഷം ജനങ്ങൾ ഈ വിഷയം പഠിക്കാൻ തുടങ്ങി. ഒരുപാട് പേർക്ക് ഇത് ഒരു പക്ഷേ എന്നെ ആദ്യം കണ്ട ബിഷപ്പ്മാർ ജേക്കബ് മനത്തോടത്തും ഒക്കെ ആദ്യം ഞങ്ങൾ ഈ വിഷയം സംസാരിക്കാനായിട്ട് പോയപ്പോൾ അവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ആദ്യം ഒരു ഭരണകുളങ്ങര ജേക്കബ് മനത്തോടത്തൊക്കെ ആണ് ഈ വിഷയം സംസാരിക്കുന്നത്. പക്ഷേ ആദ്യം ഈ വിഷയം സംസാരിച്ച് അവർ മുഴുവൻ കേട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി. പക്ഷെ പിന്നീട് ഇവരെല്ലാവരും നിശബ്ദരാകുന്ന കണ്ടത്. സഭയ്ക്കുള്ളിൽ ഒരു അന്വേഷണ സമിതി ഉണ്ടായിരുന്നില്ലേ? അതിന് തീർച്ചയായിട്ടും അതിൽ ഈ
പ്രസ്ബിറ്ററൽ കൗൺസിൽ എന്ന് പറഞ്ഞിട്ടൊരു സമിതിയുണ്ട്. അതിന്റെ റിപ്പോർട്ട് എന്തായിരുന്നു? അതിന്റെ റിപ്പോർട്ടിനെ സാധൂകരിക്കുന്നതാണ് ഈ KPMG റിപ്പോർട്ട്. റിപ്പോർട്ട് അപ്പൊ അവര് അടിസ്ഥാനമാക്കിയത് ഈ സഭ ബിഷപ്പ് ജോർജ് ആലഞ്ചേരി ഉണ്ടാക്കിയ, അദ്ദേഹമാണ് ഈ സമിതി ഉണ്ടാക്കണമെന്ന്. ഫാദർ ബെന്നിയൊക്കെ ഉണ്ടായിരുന്നു. ഫാദർ ബെന്നി മാരാമൻ എൻ്റെ ചെയർപേഴ്സൺ ആയിരുന്നേ. അപ്പൊ ആ റിപ്പോർട്ട് ശരിവെക്കുന്നതാണ്, അവരുടെ കണ്ടെത്തലുകളെ മുഴുവൻ ശരിവെക്കുന്നതാണ് KPMG റിപ്പോർട്ടായത്. അവരുടെ ബേസിസ് അവർ വീണ്ടും കുറച്ചും കൂടി ആഴത്തിലും പരത്തിലും വിശ്വാസികൾക്കിടയിൽ ഒരു ചർച്ചയായി വന്നിട്ടുണ്ട്. അതിനു മുമ്പേ തന്നെ. കാരണം ഈ വിഷയം, ഒരു ഉദാഹരണത്തിന്, ഞങ്ങൾ വൈക്കം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, ഒരു ഫൊറോന പള്ളിയിൽ ഈ വിഷയം ചർച്ച ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പൊ അന്ന് ഈ ബിഷപ്പ് ആലഞ്ചേരിയുടെ അനുകൂലികളായ കുറെ ആളുകൾ ഇത് അവതരിപ്പിക്കാൻ ചെല്ലുന്ന ആൾക്കാരെ വളരെ മോശമായിട്ട് പെരുമാറാനും വേണമെങ്കിൽ കൈകാര്യം ചെയ്യാനും കരുതിയാണ് അവർ വരുന്നത്. അതൊരു നല്ല സംഘം ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞാനടക്കമുള്ള ആളുകൾ ഈ വിഷയം ജനങ്ങളുടെ മുമ്പിൽ ആദ്യമായിട്ട് അന്നത്തെ ഫൊറോനയിലെ വിവിധ പള്ളികളിൽ നിന്ന് ഒരു മീറ്റിംഗ് വിളിച്ചിരിക്കുന്നത്. ഈ പള്ളിയിൽ വരുന്നു, വിവിധ പള്ളികളിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട്. ഭയങ്കര ഹീറ്റഡ് ആയിട്ടുള്ള ഡിസ്കഷൻ. ഒരു ഗ്രൂപ്പ് വളരെ ശക്തമായിട്ട് ഇത് അവതരിപ്പിക്കാൻ വരുന്നവരെ തല്ലണം എന്ന് വിചാരിച്ചിട്ട് വരികയാണ്. മീറ്റിംഗ് തുടങ്ങി, ബഹളം ആരംഭിച്ചു. പക്ഷേ അവർ പറഞ്ഞു, ഞങ്ങൾ ആദ്യം ഈ വിഷയം അവതരിപ്പിക്കട്ടെ, എന്തു ചോദ്യങ്ങളും നിങ്ങൾക്ക് ചോദിക്കാം, ഈ വിഷയ അവതരണത്തിന് ശേഷം നിങ്ങൾക്ക് ചോദിക്കാനുള്ള മുഴുവൻ ചോദ്യങ്ങളും. അപ്പം അന്ന് സണ്ണി കളപ്പുരയിൽ എന്ന് പറയുന്ന അച്ഛൻ വേദിയിലുണ്ട്. അദ്ദേഹം അന്ന് ഈ ബിഷപ്പ് ഹൗസിലെ ഭാഗമാണ്. അപ്പം അദ്ദേഹം ഈ മുഴുവൻ ചോദ്യങ്ങൾ എഴുതിയെടുത്തു. എല്ലാവരും അദ്ദേഹത്തിൻ്റെ ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് ആർക്കും ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുന്നതാണ്. മുഴുവൻ പേരും ചോദ്യങ്ങൾ എഴുതിയെടുത്തു. അദ്ദേഹം ഒരു 2 മണിക്കൂർ ഉപയോഗിച്ച് മുഴുവൻ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുത്തു എന്നുള്ളതാണ്. അന്നത്തെ ആ മീറ്റിംഗ് അതൊരു പാത്ത് ബ്രേക്കിംഗ് മീറ്റിംഗ് ആണ്. കാരണം ബിഷപ്പ് ഹൗസിന്റെ ഭാഗമായിട്ട് ആ ഭരണസമിതിയിൽ പെടുന്ന ഒരാള്, ഭരണസമിതിയിൽ ബിഷപ്പ് അന്ന് ഇടയന്ത്രത്ത് ബിഷപ്പാണ്, അദ്ദേഹം തന്നെയാണ് പറഞ്ഞു വിടുന്നത്. കാരണം ജനങ്ങളോട് കാര്യം വിശദീകരിക്കുക, അതിൽ ആരുടെ പക്ഷമാണ് ആരുടെ എതിരാണ് അതല്ല, വസ്തുതാപരമായി കാര്യങ്ങൾ അവതരിപ്പിക്കുക. അദ്ദേഹം വസ്തുതാപരമായി കാര്യങ്ങൾ അവതരിപ്പിച്ചു. ജനം മുഴുവൻ നിശബ്ദരായി. പിന്നെ ഇത് അവതരിപ്പിക്കുന്നവരെ തല്ലാൻ വരുന്ന ആളുകൾ നിശബ്ദരായിട്ട്, കാരണം അവര് എങ്ങാൻ കൈ പൊക്കിയാൽ ഈ അവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ജനം അവർക്കെതിരെ തിരിയും. കാരണം എല്ലാവർക്കും കാര്യം മനസ്സിലായി. പക്ഷെ പിന്നീട് കണ്ടത് ഈ മീറ്റിങ്ങുകൾ ഇത് മുഴുവൻ ഇപ്പോൾ ഫൊറോനകൾ, ഇപ്പോൾ ഡിസ്ട്രിക്റ്റുകൾ, പഞ്ചായത്തുകൾ, അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റുകൾ, പിന്നെ അങ്ങനെ പല മുനിസിപ്പാലിറ്റി, അങ്ങനെ തിരിച്ചു പറയുകയാണ്. എറണാകുളം രൂപതയിൽ ഇങ്ങനെ ഇടവകൾ, പിന്നെ ഫൊറോനകൾ, പിന്നെ രൂപത. എല്ലാ ഫൊറോനയിലും നടക്കേണ്ടതായിരുന്നു, പിന്നെ നടന്നിരുന്നെങ്കിൽ കുറച്ചും കൂടി വിശദമായിട്ട് ആളുകൾക്ക് മനസ്സിലായി. പക്ഷേ അങ്ങനെ അല്ലാതെ തന്നെ ജനങ്ങൾക്കിടയിലേക്ക് ഈ വിഷയം എത്തുകയും ജനങ്ങൾ ഈ വിഷയത്തിൽ വളരെ ഗാഢമായിട്ട് ചിന്തിക്കുകയും ഒക്കെ ചെയ്തു. അതിൻ്റെ ഫലമാണ് വൈദികരും ജനങ്ങളും കൂടി ഒരുമിച്ച് ചേർന്നിട്ടുള്ള വലിയ സമരത്തിന്, അതൊരു സഭാചരിത്രത്തിൽ അതിൻ്റെ വിവിധ രേഖകൾ ഒരു പക്ഷേ ഒരു 10-15 വർഷങ്ങൾക്ക് ശേഷം ഇത് ഈ സഭാചരിത്രത്തിൽ എങ്ങനെയാണ് ഈ വിഷയം, എന്താണ് വിഷയം, എങ്ങനെയാണ് വിഷയം കൈകാര്യം ചെയ്തത്, എന്തുകൊണ്ടാണ് ബിഷപ്പ് ആലഞ്ചേരി രാജിവെക്കേണ്ടി വന്നത്, രാജിവെക്കാൻ നിർബന്ധിതനാവുകയായിരുന്നു. അപ്പോൾ അതിനൊരു വലിയൊരു ചരിത്രമുണ്ട്. അപ്പോൾ ഈ ചരിത്രത്തിൻ്റെ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഈ കുർബാന വിഷയം വരുന്നത്, ഈ കുർബാന വിഷയം എടുത്തിടുന്നത്. അപ്പോൾ ആ വിഷയം മുങ്ങിപ്പോയി. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇങ്ങനെ സംശയിക്കുന്നത്, ഒരാൾ ഇതിനെപ്പറ്റി സംശയിച്ചാൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ആ കേസിന്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? കേസ് കോടതിയിൽ നടക്കുകയാണ്. നമുക്കറിയാലോ, വായിച്ചറിഞ്ഞത് സർക്കാർ സത്യവാങ്മൂലം ആലഞ്ചേരിക്ക് അനുകൂലമായി നൽകിയെന്നാണ്. ഒരു സർക്കാർ കൊടുത്തിരിക്കുന്നു. പക്ഷെ നമുക്കറിയാലോ, സർക്കാരുകൾ എന്നും പറഞ്ഞ ഈ കേരളത്തിലെ സർക്കാരുകൾ, വിവിധ സർക്കാർ, അത് LDF ആണെങ്കിലും UDF ആണെങ്കിലും മതപരമായും സാമുദായികമായൊക്കെ വളരെയധികം ഈ രാഷ്ട്രീയത്തിന് വളരെയധികം ബന്ധമുണ്ട്. അപ്പോൾ അവര് എപ്പോഴും ഒരു ഭരണകൂടം ഒരിക്കലും ഇത്രയും വളരെ ശക്തമായിട്ട് നിൽക്കുന്ന ഒരു മതസ്ഥാപനത്തിന്, കൂട്ടത്തിന്, ഒരു സംഘടനയ്ക്ക് എതിരെ നിൽക്കാൻ അവർക്ക് അതിപ്പോൾ UDF ആണെങ്കിലും നിൽക്കില്ല, LDF ആണെങ്കിലും നിൽക്കില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അനുകൂലമായിട്ടുള്ളൊരു റിപ്പോർട്ടാണ് കോടതിയിൽ കൊടുത്തത്. പക്ഷെ തെളിവുകൾ ആണല്ലോ സംശയം. കോടതി നോക്കുന്നത് അവർ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടല്ല, അവരുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ട തെളിവുകളാണല്ലോ നോക്കുക. അപ്പോൾ വിവിധ കോടതികളിലാണ് നിലനിൽക്കുന്നത്. ലോവർ കോടതിയിലാണ് കേസ് നിൽക്കുന്നത്. സിവിൽ കേസുകളും ക്രിമിനൽ കേസുകളും ഉണ്ട്. സ്വാഭാവികമായിട്ടും അത് അല്പം ദീർഘകാലം എടുക്കുന്ന വിധത്തിലായിരിക്കും അത് മുന്നോട്ട് പോകുക. നമുക്കറിയാലോ, ഇന്ത്യയിൽ നീതി കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയോ വർഷങ്ങളുടെ മടുപ്പിക്കുന്ന കാത്തിരിപ്പാണ് നമ്മൾ അനുഭവിക്കുന്നത്. എറണാകുളം അങ്കമാലി രൂപതയിലെ വിശ്വാസികളുടെ ഈ ഒരു നിലപാടിനോട് മറ്റ് രൂപത വിശ്വാസികളുടെയൊക്കെ ഒരു സമീപനം എങ്ങനെയായിരുന്നു? കാരണം ഞാൻ എൻഡോസൾഫാൻ സമരത്തിലുള്ള ആളുകളെ കാണാൻ വേണ്ടി കാസർഗോഡ് ഒരു പ്രാവശ്യം പോയിരുന്നു. നമ്മുടെ
കുഞ്ഞ് അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ ചേട്ടനെ കാണാനും അവിടുത്തെ ആൾ ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ ഈ എല്ലാ ദിവസവും അവിടുത്തെ മനുഷ്യർ അവിടുത്തെ കുട്ടികളെയൊക്കെ ശുശ്രൂഷിക്കാനായിട്ട് അവിടെ ഒരു ആൾ വരുന്നത്. അപ്പം ഞാൻ പേര് ചോദിച്ചപ്പോൾ ക്രിസ്ത്യാനിയാണെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ ചോദിച്ചു വന്നപ്പോൾ ഒരു മഞ്ഞപ്പറക്കാരി അങ്കമാലിക്കാരിയാണ്. കല്യാണം കഴിച്ച് കാസർഗോഡ് താമസിക്കുകയാണ്. അവിടുത്തെ ഒരു ഇടവകയിലെ അംഗമാണ്. അപ്പോൾ ഭയങ്കര എനിക്കൊരു ഒരു ഒരു ഉത്കണ്ഠ ഒരു താല്പര്യം തോന്നി. അപ്പം ഞാൻ വെറുതെ ചോദിച്ചു, ഇങ്ങനെ ഈ ഭൂമി കുംഭകോണത്തെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്, നിങ്ങൾ എന്താ മനസ്സിലാക്കിയിരിക്കുന്നത്? അത് അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പം ഞാൻ ഞെട്ടി ശരിക്കും. കാസർഗോഡ് താമസിക്കുന്ന ഒരു ക്രിസ്ത്യാനി അവരെങ്ങനെ അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ ശരിക്കും കാര്യമാണ് ഞങ്ങൾക്ക്. അപ്പം നിങ്ങളുടെ പള്ളിയിലൊക്കെ നിങ്ങൾ എന്താ പറയണേ? പള്ളിയിൽ അച്ഛൻ ഈ ബിഷപ്പിന് അനുകൂലമായിട്ടാണ് പറയാം. പക്ഷെ ഞങ്ങൾ അത് തലശ്ശേരി, ഒരു പക്ഷേ തലശ്ശേരിയാണോ അപ്പുറത്ത് വേറൊരു രൂപതയുണ്ട്, എൻ്റെ പേര് ബെൽത്തങ്ങാടി രൂപതയാണോ എന്ന് എനിക്ക് സംശയമാണ്. പക്ഷെ അവര് കാറ്റീസം ടീച്ചറാണ്. അവരെന്നിട്ട് പറയാം, എന്നെ അടുത്ത സെന്റൻസ് ഞാനും ഭർത്താവും ഇത് വിശദമായിട്ട് ചർച്ച ചെയ്തു. ഞാൻ കാറ്റീസം പഠിപ്പിക്കണമെന്ന് തീരുമാനിച്ചു. എനിക്കതൊരു ഒരു സ്ത്രീയുടെ ഭാഗത്ത് നിന്ന്, കാരണം ഈ കുർബാന വിഷയം വന്നപ്പോഴാണ് ശരിക്കും എറണാകുളം അങ്കമാലി രൂപതയിലെ സ്ത്രീകൾ രംഗത്തിറങ്ങിയത്. ഭൂമി കുംഭകോണത്തിന്റെ വിഷയത്തിൽ സ്ത്രീകളെ അങ്ങനെ ബാധിക്കുന്ന സ്ത്രീകൾ പലപ്പോഴും പറഞ്ഞത് കുറച്ച് ഭൂമിയും കുറച്ച് പണമല്ല നഷ്ടപ്പെട്ടത്, നമ്മുടെ അധികാരികളെ നമ്മളങ്ങനെ എതിർക്കേണ്ട കാര്യമില്ല, നമ്മൾ വിട്ടുകളഞ്ഞേക്ക് എന്നുള്ളൊരു മനോഭാവമായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ഘട്ടത്തിൽ രണ്ട് സഹായ മെത്രാന്മാരെ അവിടെ നിന്ന് ഇറക്കി വിടുന്ന ഒരു രംഗമുണ്ടായി. ഇതാണ് ശരിക്കും അവിടുത്തെ ഭയങ്കര പ്രകോപനം ഉണ്ടാക്കിയത്, സ്ത്രീജനങ്ങൾ ഇറങ്ങാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. അതിന് പിന്നാലെയാണ് ഈ കുർബാന വിഷയം വരുന്നത്. അപ്പം ഇത് മുഴുവനും കുർബാന വിഷയം കൂടി വന്നപ്പോൾ പിന്നെ മുഴുവൻ ജനങ്ങളും രംഗത്തേക്ക് വരുന്ന ഒരു കാര്യമുണ്ട്. അപ്പം അങ്ങനെ ജനങ്ങൾ ഈ വിഷയത്തെ, രണ്ട് വിഷയത്തിലും, ഭൂമി കുംഭകോണ വിഷയമാണെങ്കിലും കുർബാന വിഷയമാണെങ്കിലും ആഴത്തിൽ ജനങ്ങളെ ബാധിച്ച ഒരു വിഷയമാണ്. അതിലെ തുടർച്ചയായിട്ടാണ് വീണ്ടും ഫ്രാങ്കോ വിഷയം വരുന്നത്, കന്യാകുമാരി സമരം വരുന്നത്. അപ്പോൾ അത് ഒരു ആഴത്തിൽ സഭാഗാത്രത്തെ, സഭാ സമൂഹത്തിന്, സഭയെ പരിക്കേൽപ്പിച്ചത്. അത് സാധാരണ വിശ്വാസികളെ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ ഒരുപാട് ഈ സമൂഹത്തിൽ നിന്ന് ഒരു സുതാര്യമല്ലാത്ത ഒരു സഭ ആണ് എന്ന് മനുഷ്യരെ ബോധ്യപ്പെടുത്തിയ സംഭവങ്ങളാണിത്. ഈ വട്ടോളിച്ചൻ്റെ എഴുത്തിൽ തന്നെ അച്ഛൻ ഈ അൽമായരുടെ അധികാരത്തെയും അവരുടെ പങ്കാളിത്തത്തെയും കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അത് പൊതുവിൽ സഭയിൽ എത്രത്തോളം സ്വീകരിക്കപ്പെടുന്നുണ്ട്? ശരിക്കും കാനൻ ലോ എഴുതപ്പെട്ടിരിക്കുന്നത് മെത്രാന്മാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, മാർപ്പാപ്പയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. അതിൽ നിയമം ഉണ്ടാക്കുന്നതും നിയമം വ്യാഖ്യാനിക്കുന്നതും നിയമം നടപ്പിലാക്കുന്നതും മാർപ്പാപ്പയും മെത്രാന്മാരും കൂടിയാണ്. അറിവില്ലാത്തവർ അതെ. അപ്പൊ ഈ അൽമായ എന്നുള്ള വാക്ക് ഞാൻ എത്രയോ കുറെ അച്ഛനായി കഴിഞ്ഞാൽ എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഈ അൽമായ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്. അപ്പോഴാണ് ലാമൻ ഇൻ കമ്പ്യൂട്ടർ, ലാമൻ ഇൻ മെഡിസിൻ, ലാമൻ ഇൻ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിൽ ഞാൻ ലാമൻ അറിവില്ലാത്തവനാണ്. അപ്പോഴാണ് ഈ അൽമായൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഈ അറിവില്ലാത്തവനാണല്ലോ. അപ്പൊ പുരോഹിതർ അൽമായർ, അവരെ ഒന്ന് വേർതിരിച്ച് കാണാനാ വാക്ക് ഉപയോഗിക്കുന്നതെങ്കിലും ഇങ്ങനെ ഒരു അർത്ഥം കൂടിയുണ്ട്. അവര് വിവരമില്ലാത്തവരാണ്, വിവരദോഷികളാണ്. അപ്പൊ ഒരു വളരെ മോശപ്പെട്ട ഒരു വാക്കാണ് അത് ശരിക്കും. അപ്പൊ ഈ അൽമാരുടെ പങ്കാളിത്തം ഒരു പക്ഷേ സഭാ മക്കൾ, എൻ്റെ അമ്മയും ഒക്കെ ഉൾപ്പെടെയുള്ള ആളുകൾ, അവർ ഈ വിഷയത്തിൽ ഒരു തരത്തിലും ചിന്തിക്കുന്നേ ഇല്ല. അവർ പ്രാർത്ഥിക്കുന്നു, പള്ളിയിൽ വരുന്നു, തിരിച്ച് വീട്ടിൽ വരുന്നു, പ്രാർത്ഥിക്കുന്നു, പള്ളിയിൽ വരുന്നു, അവർ വീട്ടിൽ പോയിരിക്കുന്നു. അപ്പോൾ ഈ ജനങ്ങൾക്ക് പങ്കാളിത്തമില്ലാത്ത സഭ എന്ന് പറയുന്ന വിഷയത്തെ സംബന്ധിച്ച് ഒരു സാധാരണ മനുഷ്യർ അവർ ചിന്തിക്കുന്നില്ല. അപ്പം ആ ഒരു വ്യവസ്ഥിതി ഉണ്ടല്ലോ ജനങ്ങൾക്ക്, വൈദികർക്ക് ആനുകൂല്യം. ഇപ്പം ഞാൻ എറണാകുളം രൂപതയിൽ അംഗമായിരിക്കുന്നിടത്തോളം എൻ്റെ താമസം, എൻ്റെ ഭക്ഷണം, എൻ്റെ ചികിത്സ, എൻ്റെ വാർദ്ധക്യം ഇതെല്ലാം സുരക്ഷിതമാണ്. ജനത്തിന് എന്താ ആനുകൂല്യങ്ങളുള്ളത്? അവരുടെ പണം, അവരുടെ വിയർപ്പ്, അവരുടെ അധ്വാനം, ഇത്രയും കഴിഞ്ഞിട്ട് ഒന്ന് ആലോചിച്ച് നോക്കുന്നത് അവരുടെ വിയർപ്പ്. ഇപ്പം ഞാൻ ഇന്ന് ഇപ്പോൾ എനിക്ക് സമ്പന്നമില്ലാത്തൊരു കാലത്തേക്ക് ഞാൻ പ്രവേശിച്ചു, അല്ലെങ്കിൽ ഞാൻ പെട്രോൾ അടിക്കുന്നത്, ഞാൻ വസ്ത്രം വാങ്ങുന്നത്, ഞാൻ യാത്ര ചെയ്യുന്നത്, ഇത് മുഴുവനും എൻ്റെ ജനത്തിൻ്റെ പൈസയാണ്. പക്ഷെ ആ ജനത്തിന് അതിലെന്താ അധികാരമുള്ളത്? ഞാൻ അതിൽ വ്യക്തമായിട്ട് ചോദിച്ചിട്ടുണ്ട്. ആരുടെ പണം കൊണ്ടാണോ നമ്മൾ ജീവിക്കുന്നത്, നമ്മുടെ സുരക്ഷിതമായി സുഭിക്ഷമായിട്ട് ജീവിക്കുന്നത്, ആ മനുഷ്യർക്ക് ആ വ്യവസ്ഥിതിയിൽ ഒരധികാരവും ഒരവകാശവും ഇല്ല. വർത്തമാനത്തിലുണ്ട്. നമ്മളിപ്പോൾ സിനോഡ് ഓഫ് സിറിലാരിറ്റി പറയുന്നു, നിങ്ങൾ പങ്കാളിത്ത സഭയാൻ പാടില്ല, എല്ലാ മെത്രാന്മാരും പറയുന്നതാണ്. പക്ഷെ അണ്ടിയോടെ എടുക്കുമ്പോൾ പുളി പറയുന്നത് പോലെ ശരിക്കും ഈ ഒരു പക്ഷേ സിനഡ് മെത്രാന്മാരും
നേതാക്കന്മാരും ഭയപ്പെടുന്നത് ഈ ചോദ്യങ്ങൾ, എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഉയർത്തിക്കൊണ്ടുവന്ന ചോദ്യങ്ങൾ, സുതാര്യതയ്ക്ക് വേണ്ടി, ജനാധിപത്യത്തിന് വേണ്ടി, പങ്കാളിത്തത്തിന് വേണ്ടി, ജനങ്ങളുടെ അധികാരത്തിന് വേണ്ടി. ഇപ്പോൾ ഈ സിനഡ് തൊട്ട് കുറച്ച് കാലം മുമ്പാണ് സീറോ മലബാർ സിനഡ്. അതിന് തൊട്ട് മുമ്പ് എറണാകുളത്തെ ഈ അൽമായ നേതാക്കളും അൽമായർ സംഘടിപ്പിച്ചു, അവിടുത്തെ ജനങ്ങളെ സംഘടിപ്പിച്ച് സിനഡ് ഓഫ് ലയറ്റി സിനഡ് എന്ന് പറഞ്ഞിട്ട്, അൽമായരുടെ സിനഡ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യം സംബന്ധിച്ചു. എത്ര ഗംഭീരമായിട്ടാണെന്ന് അറിയോ, എത്ര സൂക്ഷ്മമായിട്ടാണോ അവരത് ഓർഗനൈസ് ചെയ്തത്, അവരത് സംഘടിപ്പിച്ചത്. ആ സംഘാടനം ഓർഗനൈസ് ചെയ്യുന്നു. അതിൽ അവതരിപ്പിക്കപ്പെട്ട പേപ്പറുകൾ, അവതരിപ്പിക്കപ്പെട്ട പ്രബന്ധങ്ങൾ വളരെ ഉയർന്ന നിലവാരം പുലർത്തുന്നതായിരുന്നു. അപ്പോൾ ഒരു ജനത അവർ മാറുകയാണ്. അവർക്ക് അധികാരമില്ല എന്നും ഞങ്ങൾക്ക് അധികാരം വേണമെന്നും, ഈ അധികാരം ഞങ്ങൾക്ക് കിട്ടാത്തത് കൊണ്ടാണ്, ഞങ്ങൾക്ക് ഇല്ലാത്തതാണ് ഈ സഭയുടെ തകർച്ചയ്ക്ക്, മെത്രാന്മാരുടെ ഒരു ധാർഷ്ട്യത്തിന്, അവരുടെ അഹങ്കാരത്തിന്, മെത്രാന്മാരെ എന്ത് നെറികേട് കാണിക്കാനും മടിയില്ലാത്തവരായിട്ട് മാറുന്നത് ഇത് ഈ വ്യവസ്ഥിതി ഏകാധിപത്യപരമാണ് എന്ന് ഇപ്പോൾ ജനം തിരിച്ചറിയുന്നുണ്ട്. ഒരു പക്ഷേ എറണാകുളത്ത് നടക്കുന്ന ഈ സമരങ്ങൾ ലത്തീൻ രൂപതയിലേക്കും മലങ്കര രൂപതയിലേക്കും ഇതര രൂപതകളിലെ ജനങ്ങൾ അവർ സസൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ടായിരിക്കാം. അവിടെ വലിയ സമരങ്ങളോ വലിയ സംഘാടനമോ ഒന്നും നടക്കുന്നില്ല, അത് ശരി തന്നെയാണ്. ജനങ്ങൾ സംഘടിപ്പിക്കുന്നില്ല, വൈദ്യുതി സംഘടിപ്പിക്കുന്നില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ ഈ സഭ നിലനിൽക്കാൻ പോകുന്നത് ഈ ജനങ്ങളുടെ സംഘാടനത്തിലാണ്. ജനങ്ങളുടെ അവബോധം അത് വർദ്ധിച്ചു വരുന്നുണ്ട്. ഈ കേരളത്തിലെ സീറോ മലബാർ സഭയ്ക്ക് ഒരുപാട് ആസ്തികളുള്ളൊരു സഭ കൂടിയാണ്. അപ്പോൾ ഈ ഭൂമി കുംഭകോണത്തെ തുടർന്നുണ്ടായ പ്രശ്നങ്ങൾ ഈ സഭയുടെ ആസ്തികൾ എങ്ങനെയാണ് നിയന്ത്രിക്കേണ്ടതെന്നുള്ളതിനെ സംബന്ധിച്ച് പുതിയ എന്തെങ്കിലും തരത്തിലുള്ള ചിന്തകൾ സഭയുടെ ഉള്ളിൽ അല്ലെങ്കിൽ വിശ്വാസികൾക്കുടെ ഉള്ളിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും അത് ഈ സഭാഭരണത്തിൽ, സഭയുടെ സ്ഥാപന ജംഗമ വസ്തുക്കൾ, അതിൻ്റെ ആ ഘടന, അതിൻ്റെ ഭരണ നിർവഹണത്തിൽ ജനങ്ങൾക്ക് പങ്കാളിത്തം വേണമെന്നുള്ള ചിന്ത എല്ലാ രൂപതകളിലേക്കും പടർന്നിട്ടുണ്ടായിരിക്കാം. പക്ഷേ അതിൻ്റെ കൺസോളിഡേഷൻ, അതിൻ്റെ രൂപീകരണം, അതിൻ്റെ പുറത്തു വരലൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ഒരു തരത്തിൽ ഒരുപക്ഷെ സഭയിൽ പങ്കാളിത്തം വേണമെന്നുള്ള ചിന്ത, ഉദാഹരണത്തിന് ഇപ്പോൾ ഈ സിനഡ് നടന്നപ്പോൾ പങ്കാളിത്തത്തെ പറ്റി ഒരു ദിവസം മുഴുവൻ ചർച്ച ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. എല്ലാ രൂപതകളിലും ഇതിന്റെ ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആസ്തികളുടെ കൈകാര്യം ചെയ്യലൂടെയാണ്. അപ്പൊ തീർച്ചയായിട്ടും ആ ആസ്തികൾ, അപ്പൊ ഒരുപക്ഷെ ഈ സഭ ഒരുപക്ഷെ ഇത്രയും മോശമാവാനുള്ള കാരണം നേരത്തെ പറഞ്ഞത്, ഇപ്പോൾ സീറോ മലബാർ സഭയാണ്, ഏത് സഭയാണ്, ലത്തീൻ സഭയാണെങ്കിലും പണം, ഫിനാൻസ് ക്യാപിറ്റൽ, അത് ഫിനാൻസ് ക്യാപിറ്റൽ മാത്രമല്ല, അതിൻ്റെ ഒരു ഭൂമി, പണവും ഭൂമിയും പിന്നെ ജനം, ഇത്രയും ക്യാപിറ്റലുള്ള വളരെ വലിയ അതിസമ്പന്നമായ ഒരു പ്രസ്ഥാനമാണ് സീറോ മലബാർ സഭ. അപ്പോൾ ആ സഭയിൽ എത്രയോ വർഷങ്ങൾ, നൂറ്റാണ്ടുകളായി മെത്രാന്മാരും അച്ഛന്മാരും മാത്രമാണ് ഈ സ്ഥാപന ജംഗമ വസ്തുക്കൾ കൈകാര്യം ചെയ്തുകൊണ്ട്. ഇപ്പം ഞങ്ങളുടെ ലിസി ഹോസ്പിറ്റലുണ്ട്, എഴുതിയിട്ടുണ്ട്. ലിസി ഹോസ്പിറ്റൽ എത്രയോ വർഷങ്ങളായി ലിസി ഹോസ്പിറ്റൽ, റിന്യൂവൽ സെന്റർ, ഇത് ഞാൻ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വിഷയം പറയുമ്പോൾ എല്ലാ രൂപതകളിലേക്കും ബാധകമായ കാര്യങ്ങളാണ്. അത് ലത്തീൻ സഭയെന്നോ സീറോ മലബാറെന്നോ സീറോ മലങ്കരയെന്നോ മർത്തോമ സഭയിലും മറ്റൊക്കെ ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഫംഗ്ഷൻ, ജനാധിപത്യ രീതിയിലുള്ള ഒരു 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 ഭരണം അവിടെ നടക്കുന്നുണ്ട്. സിനഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെത്രാന്മാർ മാത്രമല്ല, അതിൽ ജനങ്ങളുണ്ട്, സ്ത്രീകളുണ്ട്, എല്ലാവരുടെയും പങ്കാളിത്തമുണ്ട്, അച്ഛന്മാരുണ്ട്. സീറോ മലബാർ സഭയിൽ ഇത് വളരെ കുറവാണ്. ലത്തീൻ സഭയിലാണെങ്കിൽ അതിനേക്കാളും വളരെ മോശപ്പെട്ട അവസ്ഥയാണ്. കാരണം അവിടെ കൈക്കാരന്മാർ ഹോസ്പിറ്റലിൽ തന്നെ പാവങ്ങൾക്ക് ഉപകാരപ്പെടുന്നില്ല എന്നുള്ള കാര്യം അച്ഛൻ രാജിക്കത്തിൽ പറയുന്നുണ്ട്. കാരണം ലിസി ഹോസ്പിറ്റൽ ഉപകാരപ്പെടുന്നില്ല. അതിൽ കാരണം ലിസി ഹോസ്പിറ്റലിന്റെ ഒക്കെ ഒരു ദൗത്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോയി ആസ്റ്റം മെഡിസിറ്റി, അങ്ങനെ വലിയ സ്ഥാപനങ്ങൾ, കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ നിലനിൽക്കുമ്പോൾ അവിടുത്തെ ചികിത്സയുടെ അവന്റെ തോത്, അതിൻ്റെ ആ പണം, അത് ആ ചികിത്സയുടെ ഒരു പാരാമീറ്റർ, മാനദണ്ഡം നിർണ്ണയിക്കുന്നതിൽ ലിസിക്ക് വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാനുണ്ട്. അപ്പോൾ ലിസി അത് ചെയ്തുകൊണ്ടിരുന്നത് അതാണ്. പക്ഷെ ലിസി അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ലിസി മെഡിസിറ്റി എന്നുള്ള വാക്ക് അവിടെ ലിസി വരുന്നു. അതൊരു കാഴ്ചപ്പാടും അതിൻ്റെ രീതിയും മാറുന്നതിൻ്റെ ലക്ഷണമാണത്. ലിസിക്ക് അങ്ങനെ മാറാൻ പറ്റില്ല. ലിസി എത്രയോ വർഷങ്ങളായി എത്രയോ മനുഷ്യരുടെ, എത്രയോ ദരിദ്രരുടെ, എത്രയോ സാധാരണ മനുഷ്യരുടെ പണം കൊണ്ട് വെറുതെ കൊടുത്ത ഭൂമി, വെറുതെ കൊടുത്ത പണം, എത്രയോ കന്യാസ്ത്രീകൾ, സേവനം 100-150 രൂപയ്ക്കൊക്കെ പണിയെടുത്ത നൂറുകണക്കിന് കന്യാസ്ത്രീകളും ജനങ്ങളും അവിടെയുണ്ട്. അപ്പം അതൊന്നും മറന്നുകൊണ്ട് ഒരു കച്ചവട കേന്ദ്രമായിട്ട് ലിസിക്ക് പോകാൻ പറ്റില്ല. മാത്രമല്ല യേശു എന്ന് പറയുന്ന മനുഷ്യൻ എല്ലാം പൂർണ്ണമായിട്ട് തന്നെ നൽകിയവൻ, പൂർണ്ണമായിട്ട് സൗജന്യമായിട്ട് നൽകിയ അവസാനത്തെ തുള്ളി തന്നെ ഈ ജനത്തിന് വേണ്ടി നൽകിയവൻ്റെ ശിഷ്യരാണ് ഞങ്ങൾ, അവൻ്റെ ശിഷ്യരാണ് ഞങ്ങൾ.
ഞങ്ങൾ സീസറിന്റെ ശിഷ്യന്മാരല്ല, അശോക ചക്രവർത്തിയുടെ ശിഷ്യന്മാരല്ല, നെപ്പോളിയന്റെ ശിഷ്യന്മാരല്ല. യേശുവിന്റെ ശിഷ്യൻ, ഏറ്റവും പതിതരുടെയും ദരിദ്രരുടെയും പാർശ്വവർക്കരുടെയും കണ്ണിൽ കൂടി ലോകത്തെ കാണാൻ ഞങ്ങളെ പഠിപ്പിച്ച മനുഷ്യൻ അവന്റെ ശിഷ്യനാണ്. ജനാധിപത്യം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത, ജനാധിപത്യം ആവശ്യമില്ലാത്ത ഒരു വ്യവസ്ഥിതിയാണ് മതവ്യവസ്ഥിതി എന്ന് പറഞ്ഞാൽ. ഭയത്താൽ നയിക്കപ്പെടുന്നത്. ഇപ്പൊ അച്ഛനെ വിമർശിച്ചാൽ, മെത്രാനെ വിമർശിച്ചാൽ ശാപം കിട്ടുമെന്ന് വിശ്വസിക്കുന്നത്, അതൊരു ആഴത്തിൽ അവരെ അടിച്ചേൽപ്പിക്കപ്പെട്ട വിശ്വാസമാണ്. അനുസരണമാണ് ബലിയേക്കാൾ ശ്രേഷ്ഠം. അനുസരിക്കണം. ചോദ്യം ചെയ്തവനാണ് യേശു. ചോദ്യം ചെയ്യാനാണ് പഠിപ്പിക്കുന്നത്. പക്ഷെ അച്ഛന്മാരും മെത്രാന്മാരെന്താ പഠിപ്പിക്കണേ? അനുസരണമാണ് പ്രധാനപ്പെട്ടത്. ഒരു കോൺസ്റ്റന്റൈൻ ചക്രവർത്തിക്ക് ശേഷമാണ് അങ്ങനത്തെ ഒരു കാര്യം വന്നത്. കാരണം വലിയ ബലിഷ്ഠമായ, ഭയങ്കര ആസ്തിയുള്ള പ്രസ്ഥാനമായി, ജനക്കൂട്ടങ്ങളുള്ള പ്രസ്ഥാനമായിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചക്രവർത്തിയെ പോലെ ഒരു മാർപ്പാപ്പ ഉണ്ടാവുന്നു, പുരോഹിത വർഗം ഉണ്ടാവുന്നു. അവർക്ക് എങ്ങനെയെങ്കിലും ഈ ജനത്തെ അനുസരിപ്പിച്ച് അവരെ ഭയപ്പെടുത്തി നിർത്തിയേ പറ്റൂ. അപ്പൊ ഭയത്താലം നയിക്കപ്പെടുന്ന ഒരു പ്രസ്ഥാനം. യേശു അങ്ങനെയല്ലല്ലോ. യേശു സ്വാതന്ത്ര്യം, അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്.